ഇന്ത്യയുടെ 14ാമത്തെ പ്രധാനമന്ത്രിയും ബിജെപിയുടെ ഇന്ത്യയിലെ പ്രധാന രാഷ്ട്രീയ നേതാവുമാണ് നരേന്ദ്രമോദി. ഇന്ത്യയുടെ സ്വന്തം പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഇന്ന് 73ാം പിറന്നാൾ. രണ്ടാഴ്ച നീണ്ടു നിൽക്കുന്ന പരിപാടികളാണ് ബിജെപി പ്രവർത്തകർ രാജ്യവ്യാപകമായി സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇക്കുറി പിറന്നാൾ ആഘോഷത്തിനൊപ്പം പ്രധാനമന്ത്രി കസേരയിൽ നരേന്ദ്രമോദിക്ക് 3ാം ഊഴമാണ് ബിജെപി ലക്ഷ്യമിടുന്നത്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതിന് 3 വർഷത്തിനപ്പുറം 1950 സെപ്റ്റംബർ 17-നാണ് നരേന്ദ്രമോദിയുടെ ജനനം. ഗുജറാത്തിലെ മെഹ്സാന ജില്ലയിലെ വാഡ്നഗറിൽ ദാമർദോസ് മോദിയുടെയും ഹീരാബെൻ മോദിയുടെയും 6 മക്കളിൽ 3ാമനായി മോദി ജനിച്ചു. ചെറുപ്പകാലം മുതലേ RSS അംഗമായിരുന്നു. 1987-ൽ ബിജെപിയിൽ ജനറൽ സെക്രട്ടറിയായി. 2001 മുതൽ 13 വർഷം ഗുജറാത്ത് മുഖ്യമന്ത്രിയായി. 2014-ൽ പ്രധാനമന്ത്രിയെ അധികാരമേറ്റു. 2019-ൽ വീണ്ടും പ്രധാനമന്ത്രി തെരഞ്ഞെടുക്കപ്പെട്ടു. ഓൺലൈനിലൂടെ ജനങ്ങളുമായി വ്യക്തിബന്ധം സ്ഥാപിക്കുവാൻ നരേന്ദ്രമോദി രംഗത്തെത്തിയിട്ടുണ്ട്. സാമൂഹിക മാധ്യമങ്ങളുടെ ഫലപ്രദമായ ഉപയോഗത്തിലൂടെ ജനങ്ങളിലെത്താനും അതോടൊപ്പം ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇൻസ്റ്റാഗ്രാം, വൈബർ തുടങ്ങിയ എല്ലാ സമൂഹ മാധ്യമങ്ങളിലും അദ്ദേഹത്തിന്റെ സാന്നിധ്യം സജീവമാണ്. തുടർന്ന് സോഷ്യൽ മീഡിയകളിൽ ജന്മദിനവുമായി ബന്ധപ്പെട്ട ആശംസകളും നേർന്ന് ഒരുപാട് പേർ രംഗത്തെത്തി. മോദിയുടെ ജന്മദിനമായ ഇന്ന് രക്തദാന, ആരോഗ്യ പരിശോധന ക്യാമ്പുകൾ, ശുചീകരണ യജ്ഞം തുടങ്ങിയ വിപുലമായ പരിപാടികൾ ബിജെപിയുടെ നേതൃത്വത്തിൽ നടക്കും. ഇന്നു മുതൽ ഗാന്ധി ജയന്തി ദിനമായ ഒക്ടോബർ 2 വരെ 16 ദിവസം നീളുന്ന സേവാ ഹി സംഗാദർ പരിപാടിയിൽ പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ ക്ഷേമത്തിനും സാമൂഹിക സേവനങ്ങൾക്കുമാണ് മുൻഗണന. ജന്മദിനത്തിൽ പ്രധാനമന്ത്രി രാജ്യത്ത് നിരവധി വികസന സംരംഭങ്ങളുടെ ഉദ്ഘാടനം നിർവഹിക്കും. കരകൗശല വിദഗ്ധരെ സഹായിക്കാൻ ലക്ഷ്യമിട്ടിട്ടുള്ള MV വിശ്വകർമ്മ കൗശൽ യോജനയ്ക്ക് ഇന്ന് മോദി തുടക്കം കുറിക്കും. യാശോഭൂമി എന്ന പേരിട്ട ഇന്ത്യ ഇന്റർനാഷണൽ കൺവെൻഷൻ ആൻഡ് എക്സ്പോ സെന്ററിൽ ആദ്യഘട്ട ദ്വാരകയിൽ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും. ഡൽഹി എയർപോർട്ട് മെട്രോ എക്സ്പ്രസ് ലൈൻ ദ്വാരക സെക്ടർ 21-ൽ നിന്നും 25-ലേക്ക് നീട്ടുന്നതിന്റെ ഉദ്ഘാടനമാണ് മോദി നിർവഹിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ പലപ്പോഴും വിമർശനങ്ങൾ ഉയർന്നിട്ടുണ്ട്. എന്നാൽ അവയ്ക്കൊക്കെ പ്രവൃത്തിയിലൂടെ പ്രധാനമന്ത്രി മറുപടി പറഞ്ഞു. പ്രത്യേകിച്ച് നോട്ട് നിരോധനം, കർഷക പ്രക്ഷോഭം, പൗരത്വ നിയമ ഭേദഗതിക്കുള്ള ശ്രമം എന്നിവയ്ക്ക് വിമർശനങ്ങൾ ഏറ്റുവാങ്ങിയതാണ്. എന്നാൽ ഇപ്പോൾ പ്രതിസന്ധിയെ സ്വന്തം ശൈലിയിലൂടെ മറികടന്ന മോദിക്ക് 3ാം ഊഴം ഉറപ്പാണെന്നാണ് ബിജെപി പ്രവർത്തകരുടെ അവകാശവാദം. നാഷണൽ ഡെസ്ക്, സാഗ് ന്യൂസ്. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.